ഇന്ന് നമ്മൾ വളരെ പെട്ടെന്നും ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ രാവിലത്തെ പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. അതിനായിട്ട് ബ്രെഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി വേവിച്ചെടുക്കണം. നല്ല കളറൊക്കെ ചേഞ്ചായി ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പഴമൊക്കെ ഉടഞ്ഞ് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന 4 ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ സൈഡ് നമുക്ക് ആവശ്യമായിട്ടില്ല, നമ്മളിത് പരത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി പലവ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 സ്പൂണ് വെച്ച് കൊടുത്താൽ മതിയാവും. ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് മുക്കിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒരു സൈഡ് മാത്രമായിട്ട് മടക്കി ഒട്ടിച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ റോൾ ചെയ്താണ് എടുക്കുന്നത്. ഇനി ഇത് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായി വരുന്ന പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിരിച്ചു മറിച്ചുവിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നല്ല ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.